ഒരു സെമി സിൽക്ക് സാരി കേട്ടോ ഞാനിന്ന് വെയർ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്ററി പ്രിൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് പല്ലുവിൽ ആ ഒരു പ്രിൻറ്റ് ഫുള്ളായിട്ട് തന്നെ ഒരു ഹെവി പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് ഫസ്റ്റ് നമുക്ക് കാണുമ്പോഴത്തേനും ഒരു വെജിറ്റബിൾ പ്രിൻറ്റിൻ്റെ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സിമിലർ ലുക്കാട്ടോ ഇതിൻ്റെ ഒരു ആ ഒരു ഈ ഒരു മോട്ടീഫൊക്കെ കാണുമ്പോഴത്തേനും നമുക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. ദെൻ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മോട്ടീഫ് ഫുള്ളായിട്ടൊരു സ്കാറ്ററിങ് പോലെ സാരി ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, അതിലൊരു പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ കൊണ്ടുവന്നിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. ഒരു ലൈൻ പോലെ വെർട്ടിക്കൽ ലൈൻ പോലെ ആ ഒരു ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ദെൻ ഒരു 4 ഷെയ്ഡും കൂടെ ഉണ്ട്. ദെൻ ഇതൊരു ബ്ലൂ അല്ല, ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ദെൻ പല്ലുവിൽ ഇതിൻ്റെ പല്ലുവിലായിട്ട് ഒരു ഗോൾഡിൻ്റെ പോലത്തെ ഒരു സിമിലർ ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വീവിങ് കൂടെ വന്നിട്ടുണ്ട്. ദെൻ സെൽഫ് നോട്ട് ഡെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൗസ് പീസ് വരുന്നത് സോളിഡായിട്ടാണ്. സോളിഡ് ബ്ലൗസ് പീസ് വന്നിട്ട് എൻഡിലായിട്ട് ഈ ഒരു മോട്ടീഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഗ്രീനിൻ്റെ ലുക്ക് വരുന്നത്. ദെൻ ഒരു ബ്യൂട്ടിഫുൾ കളർ, ഗ്രേപ്പിൻ്റെ ഒരു കളറാട്ടോ. ഒരു റോസ്, ഒരു പിങ്കിൽ നിന്ന് ഒരു ഗ്രേപ്പ് കളറിലോട്ട് പോകുന്ന ഒരു വീവിങ് ആണ്. ഇതിലും സെയിം ആ ഒരു പ്രിൻ്റൊക്കെ സെയിം ആട്ടോ. ദെൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത്. ഇതാണ്. ദെൻ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. ഒരു ഒലീവ് കളറിൽ നിന്ന് ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ട് പോകുന്ന ഒരു ലുക്ക്. അതിൻ്റെ ഒരു ബോഡി പാർട്ട് ഇതാണ്. ദെൻ പല്ലു ഇതാട്ടോ. ദെൻ ലാസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കളർ, ഒരു ബ്ലൂയിഷ് വയലറ്റ് ആട്ടോ. ബ്ലൂവിൽ നിന്ന് വയലറ്റിലോട്ട് പോകുന്ന ഒരു പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്നത്. ദെൻ മോട്ടീഫൊക്കെ സെയിം ആണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, ഇത് പല്ലു ആട്ടോ. ഇതിൻ്റെ പല്ലു നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാനും ഈസിയാണ്. അതും ഒരു ബഡ്ജറ്റ് റേഞ്ചിലും കൂടെ ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 1359 ആണ്. കോഡ് വരുന്നത് GMS144. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. കൂട്ടത്തിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് എപ്പോഴും ബോട്ടിൽ ഗ്രീൻ ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനകത്ത് അത് തന്നെ ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും. ആൻഡ് സോ വി ഹാവ് സം വെഡിങ് റെഡി ലുക്സ്. അത് റെഡി ടു വെയർ ആയിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൺലി 2719. അപ്പോൾ 2700 റേഞ്ചിൽ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് ലൈൻ വർക്കും പിന്നെ ടോപ്പിനകത്ത് നമുക്ക് ഇതേപോലെ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ലോഡ് വർക്കിങ്ങിൽ കുഞ്ഞ് 3 പെറ്റൽ പോലത്തെയുള്ള ഒരു ലുക്കും. ആൻഡ് വിത്ത് ദുപ്പട്ടയിലും നമ്മൾ ഈ ഒരു വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സിമ്പിൾ ഡീറ്റെയിൽ ആണെങ്കിൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ്. പക്ഷേ ഈ സിമ്പിൾ ഡീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു റേഞ്ചിൽ താഴോട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിങ്ങനെ ബൾക്കായിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ പ്രൈസ്. സോ വി ഹാവ് സം റിയലി ഗുഡ് റേഞ്ച്, റിയലി എന്താ പറയുക, പ്രൈസ്ഡ് ഇൻ എ റിയലി വെൽ റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതിനകത്ത് ദുപ്പട്ടയിലും സ്കാറ്റർ വരുന്നുണ്ട്, കട്ട് ട്യൂബ് വർക്കാണ്, സ്കാലപ്പ് എഡ്ജസ് വരുന്നുണ്ട്. നമുക്കതിനകത്ത് 3 ഷെയ്ഡ്സും അതിനകത്ത് നെക്ക് ലൈനിലും ആ ഒരു വർക്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ദർ ആർ സ്മോൾ വേരിയേഷൻസ് ഇൻ ദിസ് വൺ ആസ് വെൽ. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് SBP 215 ആണ്. 2719 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും കട്ട് വർക്കും കട്ട് ബീഡ്സും പിന്നെ സീക്വൻസിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഷുഗർ ബീഡ്സ് വരുന്നുണ്ട്. പക്ഷെ വർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സീക്വൻസ് ലൈനായിട്ട് വരുമ്പോഴത്തേക്ക് അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷീൻ വരും. ഇതിനകത്ത് നമുക്ക് കൂടുതലും ലോഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് നെക്സ്റ്റ് വൺ ഈ ഒരു ഒലിവിൻ്റെ ടോണിൽ വന്നേക്കുന്ന ഗ്രീനിൻ്റെ അകത്ത് കൂടുതലും ലോങ് കട്ട് ട്യൂബ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ട്യൂബ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തേക്കാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബോട്ടവും അവൈലബിൾ ആണ്. ബോട്ടത്തിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു സറ്റൂൺ ഫാബ്രിക്കിലാണ്. അതിനകത്ത് ചെറുതായിട്ടൊരു നമ്മുടെ PV പോലെ ഒരു ഇല്ല, ഇത് ആക്ച്വലി PV ആണ്. പക്ഷെ നമ്മുടെ റെഗുലർ PVയുടെ അത്രയും തിക്കല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് ഫീലിൽ നമ്മൾ വീവ് ചെയ്തെടുത്തേക്കുന്ന മെറ്റീരിയലാണ്. ആൻഡ് വി ഹാവ് ബാക്ക് ഇലാസ്റ്റിക് ആൻഡ്
ഫ്രണ്ട് ടൈപ്പ്. നല്ലൊരു കംഫർട്ടബിൾ ബോട്ടം. ഇറ്റ്സ് കംഫർട്ടബിൾ ഫോർ യു ടു മൂവ് അറൗണ്ട് ആസ് വെൽ. ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഇതാണ്. ടോപ്പ് ജോർജറ്റിലാണ്. ബേസിക്കലി ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ഫാബ്രിക്. സീസൺസ് ഒരു പ്രശ്നമല്ലാതെ നമുക്ക് ഈവനിപ്പോൾ മഴയാണെങ്കിൽ പോലും ഒക്കെ നമുക്ക് ഒരു ഒക്കേഷന് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങാണ് വരുന്നത്. ഇവിടെ ഒരു പാനൽ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഒരു 2 ഇഞ്ചിൻ്റെ ഓളം വന്നേക്കുന്ന ഒരു പാനൽ ഡീറ്റെയിൽ. ആൻഡ് ഇതിനകത്ത് സറ്റൂൺ ലൈനിങ് ടോപ്പിനകത്ത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുള്ള പാനലിൽ വന്നിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ഡിസൈനിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ലെങ്തൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തേക്കാം. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. സെയിം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ അതേ ലുക്ക് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. നെക്ക് ലൈനിനാണ് ഇതിനകത്ത് ആക്ച്വലി വേരിയേഷൻ വന്നിരിക്കുന്നത്. സോ യു ക്യാൻ ക്ലിയർലി സീ ദ ഡിഫറൻസ്. ഇപ്പോൾ ഇതിനകത്തൊരു സീക്വൻസ് ഫ്ലവർ ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബീഡിങ്സ് ആണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും മെക്കനൈസ്ഡ് ആണ് ആക്ച്വലി ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡെഫിനറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതും. പക്ഷേ ബീഡ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫേസിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന നെക്ക് ലൈനാണ്. ആൻഡ് ദിസ് ഇസ് എ മജന്ത ഷെയ്ഡ്. ഒരു മജന്ത അല്ല, ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു വയലറ്റ് ടോണിലോട് പോയേക്കാണ്. ഫുള്ളി വയലറ്റ് അല്ല, സോ ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ജോർജറ്റ്സ് ആകുമ്പോഴത്തേക്കൊരു ഡൾ ലുക്കിലുള്ള ഫാബ്രിക്കാണ് ബേസിക്കലി. ഇപ്പോൾ സാറ്റിൻ ജോർജറ്റ്സ് ഒക്കെ ന്യൂ വേരിയേഷൻസ് വന്നതിനകത്താണ് നമുക്ക് ഷീനൊക്കെ വരുന്നത്. അതൊരു ഒരു മാറ്റ് ഡള്ളല്ല, മാറ്റാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. മാറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ഒരു ഒലിവിൻ്റെ ടോണിലോട്ട് പോയേക്കുന്ന ഗ്രീൻ, ഒലിവ് ഒരു മെഹന്തി ടോണിലോട്ട് പോയേക്കുന്ന ഗ്രീനാണ്. എല്ലാത്തിൻ്റെ അകത്തും ലൈറ്റ് ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ഒരു കുഞ്ഞ് സ്കാലപ്പിംഗ് ഡീറ്റെയിൽ എൻ്റെ ഇന്നർ എഡ്ജിലായിട്ട് വന്നിട്ടുണ്ട്. വീനക്കാണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ. ഇതിൻ്റെ വീനൊക്കെ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് സെയിം സ്ലീവ്സിൻ്റെ അകത്ത് നമുക്കിതിൻ്റെ അകത്തും ലൈനിങ് സ്ലീവിനകത്ത് വരുന്നില്ല. അതാണ് എൻ്റെ ടോപ്പ് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ. ആൻഡ് സെയിം ഷെയ്ഡിൽ ഹെഡ് ടു ടോ സിംഗിൾ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഡാർക്കറായിട്ട് നിൽക്കും കേട്ടോ. എല്ലാത്തിൻ്റെ അകത്തും ടോൺ ചെറിയ വേരിയേഷൻ വരും. ദിസ് ഹാവ് എ ഷീൻ, ജോർജറ്റ് ഫാബ്രിക് ഇസ് മാറ്റ്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ SBB 215,2719 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് ചെറിയ വേരിയേഷൻസ് വന്നിട്ടുള്ള നെക്ക് ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു സ്കാറ്റർ ഫ്രണ്ട് പാനലിൽ വരുന്നുണ്ട്. ബാക്ക് സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഔട്ട് www.aham.store. കാഷ്വൽ വെയർ സാരീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. നല്ലൊരു പ്രിൻറ്റഡ് ലുക്കിൽ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഓഫീസ് വെയർ ആണെങ്കിലോ ഷോപ്പിംഗ് അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഈസി ടു ടേക്ക് കെയർ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ. ആൻഡ് വി ഹാവ് ദിസ് ഇൻ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. 899 ഇതിനകത്ത് പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ഭഗൽപൂരി ലിനനിലാണ് വന്നിരിക്കുന്നത്. സബ്ലിമേഷൻ പ്രിൻ്റാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളർ ബ്ലീഡിങ് ഇഷ്യൂസ് ഒന്നും നമുക്കിനകത്ത് വരത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഫുൾ സാരിക്കകത്ത് ഈ ഒരു പ്രിൻറ്റഡ് ഡീറ്റെയിലിങ്, അതിനകത്തൊരു ആക്സൻറ്റ് ഷെയ്ഡും കൂടെ ഓരോ സാരിക്കകത്ത് ഓരോ കളറിൻ്റെ ബേസ് അനുസരിച്ചിട്ട് അതിനകത്ത് കോംപ്ലിമെൻ്ററി ആവുന്ന കളേഴ്സ് അതിനകത്ത് പെയർ ചെയ്തിട്ടുണ്ട്. സബ്ലിമേഷൻ പ്രിൻ്റ് ആയതുകൊണ്ട് വൺ സൈഡിലൊരു വൈറ്റിഷ്നെസ് വരുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് ഒരു തിക്ക് വോവൺ ആയിട്ട് അത് കുറച്ചൊരു സിൽക്കി അല്ലെങ്കിൽ കുറച്ച് ഷീനുള്ള യാൺ വെച്ചിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന ഒരു തിക്ക് വീവിങ് പാറ്റേൺ അതിൻ്റെ എഡ്ജിലായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഫുള്ളി ബോർഡർ പാറ്റേണിലാണ്. 2 സൈഡിലെയും ബോർഡർ കുറച്ച് ബ്രോഡായിട്ടുള്ള ഒരു ലുക്കിൽ. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു ഡിഫൈൻഡ് ബോർഡർ ലുക്ക് വരാത്തതുകൊണ്ട് അങ്ങനെ ഷോർട്ടർ ഒന്നും ആക്കില്ല. നമ്മളെ കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാം. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഇവിടെയൊക്കെ ഒതുക്കി താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കിടക്കുന്ന മെറ്റീരിയൽ അല്ല, കുറച്ച് ആ ഒരു ലിനൻ്റെ ഒരു ടെക്സ്ചറാണ് നമ്മളതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വീവിങ് സ്റ്റൈൽ വെച്ചിട്ട് അതിൻ്റേതായ ഒരു വോളിയം അതിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. ഈസി ടു വെയർ. ആൻഡ് ഇതിനകത്ത് ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു ടെക്സ്ചർ ഡീറ്റെയിലിങ്ങും കൂടെ അതിനകത്ത് ആ ഒരു പ്രിൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലൗസ് വന്നിട്ട് സിംഗിൾ ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു പീച്ച് ടോണും കൂടെ വരും. ഇതിനകത്ത് ഈ ഒരു ബ്ലൂ ആണ് ആക്സെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിനകത്ത് ബ്ലൗസായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ആ ഡാർക്ക് ടോണാണ് ഇതിനകത്ത് ബ്ലൗസായിട്ട് എല്ലാത്തിനകത്തും പെയർ ചെയ്തിരിക്കുന്നത്. സോ യിൽ ഹാവ് എ ഡാർക്ക് ടോൺ ഇൻ ബ്ലൗസ്. ദിസ് ഇസ് പിങ്ക്. അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. അപ്പോൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലോറൽസും അതിനകത്ത് വന്നിട്ടുണ്ട് വിത്ത് ബ്ലൗസ്. ഇതിനകത്ത് ടാസൽ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്.
അത് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന സിൽക്ക് ത്രെഡ് ടാസൽസ് ആണ്, നൈലോൺ ത്രെഡ് ടാസൽസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിങ്ക് ഷെയ്ഡ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ടെക്സ്ചർ, ഒരു വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരു ടെക്സ്ചർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ട്രൈപ്പിൻ്റെ ഫീൽ അവിടെ വരുന്നുണ്ട്. ആൻഡ് വി ഹാവ് പീച്ച് ആൻഡ് ട്രാൻസ്പെറൻസി നമുക്കൊരു ലെവൽ വരെ അങ്ങനെ ഒരു, പക്ഷേ ലിനൻ്റെ അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്, ചെറിയൊരു രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസി. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്, ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് വിത്ത് ഗ്രീൻ ആൻഡ് ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫ്ലോറൽസ്. ഈ ഒരു ടുവേർഡ്സ് ദി എഡ്ജും നമുക്ക് ചെറിയൊരു ഡാർക്ക് ടോൺ അവിടെ ഒരു ഓംബ്രെ പോലെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡാർക്ക് ടോണിലോട്ട് പോയിട്ടുണ്ട്. പീച്ച് വിത്ത് ഗ്രീൻ ആൻഡ് ദെൻ വി ഹാവ് ഗ്രേ വിത്ത് ബ്ലൂ. ഇതിൻ്റെ ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ഗ്രേ സാരീസിൻ്റെ കൂടെ നമ്മളങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ലുക്കല്ല. കോമ്പിനേഷൻ ഇസ് പ്രിറ്റി നൈസ്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഗ്രേ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് അതെല്ലാം പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇന്ന പോർഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലിനൻ ലൈക്ക് ടെക്സ്ചർ വീവിങ്ങിൻ്റെ അകത്ത് അറിയാനും പറ്റുന്നുണ്ട്. 899 റേഞ്ച് ഇറ്റ്സ് എ ഗുഡ് ബൈ. നമുക്ക് എപ്പോഴും മാറി മാറി ഉടുക്കാനൊക്കെ ഉള്ള കളക്ഷൻസ് നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ യു ക്യാൻ ജസ്റ്റ് കീപ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് കംഫർട്ടബിൾ ആസ് വെൽ. GMS 138 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബ്ലൂ വിത്ത് ഒരു പർപ്പിൾ ടോൺ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ആൻ അൺഎക്സ്പെക്റ്റഡ് കളർ കോമ്പിനേഷൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഡാർക്ക് ബ്ലൂ ടോണിൽ വന്നിട്ടുള്ള ബ്ലൗസ് വിത്ത് ലൈറ്റ് ഷെയ്ഡ്, ഒരു ഗ്രേ ടിൻറ്റഡ് ആണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ഇത് കുറച്ചൊരു ഡാർക്ക് ഫീൽ വരുന്നത്, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store ആൻഡ് സ്പെസിഫിക് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ്.